ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ഡിസംബർ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ലാസ്റ്റ് ഡിസംബർ അറ്റംപ്റ്റിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അക്കൗണ്ടിങ് ഡസ് നോട്ട് റെക്കോർഡ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിക്കോസ് ഓഫ്. അക്കൗണ്ട്സിൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ല. ദെൻ എക്രുവൽ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. നമുക്കറിയാം എൻറ്റിറ്റി ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറയുന്നത്. എക്രുവൽ കോൺസെപ്റ്റ് നമുക്കറിയാം എക്രുവൽ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നതാണ്. കോസ്റ്റ് കോൺസെപ്റ്റ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസിങ് റേറ്റിലായിരിക്കണം അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ്. മണി മെഷർമെന്റ് ആണ് എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് മണി വിൽ ബി റെക്കോർഡഡ്. അതിൻ്റെ അർത്ഥം എന്താ, നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ എന്താണ്, മണി മെഷർമെന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് ചോദിക്കുന്നത്. കോസ്റ്റ് ഓഫ് സ്റ്റാൻഡ് ഫോർ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ സ്റ്റാൻഡിന് വന്ന കോസ്റ്റ് നമുക്കറിയാം, അത് വൺ ടൈം അവരെ എക്യുപ്മെന്റ് നിർത്താനുള്ള സ്റ്റാൻഡാണ്. സോ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ലോങ് ടേം ബെനിഫിറ്റ് ഉള്ളതാണ്, റൈറ്റ്. സോ ഒന്ന് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡ് ഫോർ എക്യുപ്മെന്റ് ആണ്. ദെൻ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ, അതെന്താവുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഇതിലേക്ക് വരുന്നില്ല, കാരണം അത് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ റിപ്പയർ ഓഫ് സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റ്. റിപ്പയർ ഓഫ് സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റ്, റിപ്പയർ നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു സെക്കൻഡ് ഹാൻഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് വർക്കിംഗ് കണ്ടീഷനിലേക്കുള്ള റിപ്പയർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ, അങ്ങനെ പറയാത്തത് കൊണ്ട് സോ അതും റവന്യൂ ആണ്. ദെൻ ആനുവൽ മെയിൻ്റെനൻസ് നമുക്കറിയാം അത് റിപ്പീറ്റഡ്ലി വരുന്നതാണ് അല്ലേ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ആൻസർ ഏതായിരിക്കും, കോസ്റ്റ് ഓഫ് സ്റ്റാൻഡ് ഫോർ എക്യുപ്മെന്റ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ നോക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ഫോർ റീസെയിൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ അത് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പർച്ചേസ് അല്ലെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഓൾ റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഷോൺ ഇൻ. എല്ലാ റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിലാണോ? അല്ല, ബാലൻസ് ഷീറ്റിലല്ല. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ടാവും അല്ലെ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താ റെക്കോർഡ് ചെയ്യുക, ഇറ്റ് റെക്കോർഡ്സ് ഓൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്, റൈറ്റ്. ക്യാഷ് ഫ്ലോയിൽ ക്യാഷ് ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫേസും നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് മെഷീനറി ഡാമേജ് കംപ്ലീറ്റ്ലി ബൈ ഫയർ. ഒരു ഫയർ സംഭവിച്ചിട്ട് മെഷീനറി എന്തായി ഡാമേജ് ആയി, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസിന്റെ ക്ലെയിം അല്ലേ. ഇത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. മെഷീനറി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വന്ന ഒരു അസറ്റ് ആണ് മെഷീനറി എന്ന് പറയുന്നത്, റൈറ്റ്. സോ അതിൽ നിന്നും കിട്ടുന്ന റെസിപ്റ്റ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, ക്യാപിറ്റൽ റെസിപ്റ്റ്. അതൊരിക്കലും എന്തല്ല, റവന്യൂ റെസിപ്റ്റ് അല്ല, എക്സ്പെൻഡിച്ചർ അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫേംഡ് ആണ്, കാരണം ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്ക്, ക്യാഷ് അക്കൗണ്ട് ഈസ്. ക്യാഷ് അക്കൗണ്ട് ഏതാണ്, റിയൽ അക്കൗണ്ട് ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണ്, റിയൽ അക്കൗണ്ട് തന്നെയാണ് അല്ലേ. ഇനി നോക്ക്, ഇൻ ആൻ അക്കൗണ്ട് ഇഫ് ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ്. ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡിനേക്കാൾ, റൈറ്റ്. ദെൻ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദ അക്കൗണ്ട് വിൽ ബി ഷോൺ ഇൻ ദ ദാറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. ഒരു ലെഡ്ജർ അക്കൗണ്ട് വരച്ചാൽ അതിന്റെ ഡെബിറ്റ് സൈഡിലാണ് വാല്യൂ കൂടുതലെങ്കിൽ, ഇവിടെ 50 ഉണ്ട്, ഇവിടെ നമുക്ക് എത്ര വരുന്നുണ്ട് 50 റുപ്പീസ്, ഇവിടെ 40 ഉള്ളൂ എങ്കിൽ നമ്മൾ ബാലൻസ് അവിടെ റെക്കോർഡ് ചെയ്യുക ക്രെഡിറ്റിലാണ്. ക്രെഡിറ്റിൽ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. സോ ആൻസർ എന്താണ്, ക്രെഡിറ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് നോക്ക്, ദ ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഇഫ് റിക്കവേർഡ് സബ്സിക്വന്റ്ലി. ഇതും ലാസ്റ്റ് പ്രീവിയസ് ഇയർ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റഡ് ടു ബാഡ് ഡെറ്റ് റിക്കവേർഡ് അക്കൗണ്ട് ആണ് അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാഡ് ഡെറ്റ് റിക്കവേർഡ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരാം. ദെൻ സെയിൽസ് ടു ഷ്യാം ഫോർ ₹22,500 നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഇത് കംപ്ലീറ്റ് ഒമിഷൻ ആണ്. അപ്പോൾ ഏത് എററാന്ന് ചോദിച്ചാൽ എറർ ഓഫ് ഒമിഷൻ എന്നാണ് ആൻസർ വരിക. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല, ഏതൊക്കെ അക്കൗണ്ടിനെ അത് എഫക്ട് ചെയ്യുമെന്നാണ്. കംപ്ലീറ്റ് ഒമിഷൻ ആയതുകൊണ്ട് ഷ്യാം അക്കൗണ്ടിനെയും സെയിൽസ് അക്കൗണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്, കാരണം അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. Then if a receipt of 12,000 from Rajesh has not been recorded in the books, same complete omission ആണ്, എറർ ഓഫ് ഒമിഷൻ ആണ്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്. പക്ഷെ ഇവിടെ ചോദ്യം എന്താ, ദ പ്രോഫിറ്റ് വുഡ് ഷോ. ഇതിന്റെ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു രാജേഷ് എന്നാണ്. ഇവിടെ എവിടെയെങ്കിലും നോമിനൽ അക്കൗണ്ട് വരുന്നുണ്ടോ? ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടും രാജേഷ് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടുമാണ്, റൈറ്റ്. റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയത്. എന്ന് പറഞ്ഞാൽ രാജേഷിൻ്റെ നിന്നും ക്യാഷ് കിട്ടിയത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം അല്ലേ. നോമിനൽ അക്കൗണ്ട് ആയിട്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? ഇല്ല. സോ നമുക്കൊരു കാര്യം കൺഫേംഡ് ആയിട്ട് പഠിച്ചു വെക്കുക, നോമിനൽ അക്കൗണ്ടിൽ ഇമ്പാക്റ്റ് വന്നിട്ടില്ലെങ്കിൽ അത് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ. സോ നെയ്തർ ആൻ ഇൻക്രീസ് നോർ എ ഡിക്രീസ്. അവിടെ എന്തില്ല, പ്രോഫിറ്റ് കൂടുന്നുമില്ല
കുറയുന്നില്ല. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. എടാ ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ആണ് ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് അത് എവിടെ നിന്നും കുറയണം? നമ്മൾ ഗുഡ്സ് കുറയണം അല്ലേ. അപ്പം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ വാല്യൂ എന്താവണം? കുറയണം. കാരണം അത് എന്തായിട്ടുണ്ട്? കളവ് പോയിട്ടുണ്ട്, റൈറ്റ്? സോ നമ്മൾ എന്തിനായിരിക്കും റെക്കോർഡ് ചെയ്യാം? പർച്ചേസ് അക്കൗണ്ട് അല്ലേ. ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് കുറയും. നമ്മൾ പർച്ചേസ് കുറയുന്ന എന്തൊക്കെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അല്ലേ. ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അല്ലേ. അല്ലെങ്കിൽ ഗുഡ്സ് യൂസ് ഫോർ ഓഫീസ് പർപ്പസ്, അപ്പോൾ നമ്മൾ ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. അപ്പോൾ ഗുഡ്സ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓണർ എടുത്ത ഡ്രോയിങ്സ് ടു പർച്ചേസ്, ചാരിറ്റി കൊടുത്ത ചാരിറ്റി ടു പർച്ചേസ്, ഫ്രീ സാമ്പിളായി കൊടുത്ത അഡ്വർടൈസ്മെന്റ് ടു പർച്ചേസ്, റൈറ്റ്? നമ്മൾ ഓഫീസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് ടു പർച്ചേസ്. അപ്പോൾ ഗുഡ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഗുഡ്സ് കുറയണമെങ്കിൽ പർച്ചേസിന് എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ബാങ്കർ ഓഫ് ദ ബിസിനസ്. എടാ ബിസിനസിന്റെ ബാങ്കറാണോ ഉണ്ടാക്കുക? അല്ല, അക്കൗണ്ടന്റ്. യെസ്, അക്കൗണ്ടന്റ് ആണ് അല്ലേ. ഓഡിറ്ററും അല്ല, ക്രെഡിറ്ററും അല്ല. അപ്പോൾ ആരാ BRS ഉണ്ടാക്കുക? അക്കൗണ്ടന്റ് ആണ്, റൈറ്റ്? Then difference in bank balance as per passbook and cash book may arise on account of. എങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവുന്ന ചോദ്യം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമുക്കറിയാം ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും, പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്കിൽ എത്തിയിട്ടില്ല. ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഡിസോണർ. ചെക്ക് ഇഷ്യൂ ചെയ്ത് ക്യാഷ് ബുക്കിൽ ഉണ്ടാവും, ഡിസോണർ ആയത് പാസ്ബുക്കിൽ എന്തായിട്ടുണ്ടാവില്ല? കുറഞ്ഞിട്ടുണ്ടാവില്ല. സോ ഈ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് അല്ലേ. ദെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ കൂടി, ഡെപ്പോസിറ്റഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിലും കൂടിയിട്ടുണ്ട്. സോ അത് എന്താക്കുന്നില്ല? BRSലേക്ക് വേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് ബുക്കിലും റെക്കോർഡഡ് ആണ്. സോ ആൻസർ എന്താണ്? ബോത്ത് A and B ആണ്. എയും ബിയും എന്തുണ്ട്? ഈ പറഞ്ഞ് BRSലേക്ക് വരുന്നുണ്ട്, റൈറ്റ്? നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദീസ് ഡോക്യുമെന്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ BRS. ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ് ഏതാണ്? ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് നിർബന്ധമായിട്ടും വേണം, റൈറ്റ്? ബാങ്ക് പാസ്ബുക്ക് നമുക്ക് ആവശ്യമുണ്ട്. ട്രയൽ ബാലൻസ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ട്രയൽ ബാലൻസിന്റെ ഒരു ആവശ്യകത നമ്മൾ പഠിച്ചിട്ടില്ല. സോ ആൻസർ എന്താണ്? ട്രയൽ ബാലൻസ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത് പാസ്ബുക്ക് തന്നെയാണ് അല്ലേ. പാസ്ബുക്കിന്റെ മറ്റൊരു പേരാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നോമിനൽ അക്കൗണ്ട് ആർ ജനറലി റിലേറ്റഡ് ടു. എടാ എന്താ റിയൽ അക്കൗണ്ട്? ബോത്ത് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ അസെറ്റ്. എന്താ നോമിനൽ അക്കൗണ്ട്? ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് അല്ലേ. എക്സ്പെൻസ് ആൻഡ് ലോസ് നോമിനൽ ആണ്. ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസും എന്താണ്? നോമിനൽ ആണ്, റൈറ്റ്? ദെൻ പേഴ്സണൽ ആണ് ആര് വരാം? ഈ ലാബിലിറ്റീസും ക്യാപിറ്റലും ഡ്രോയിങ്സും ഒക്കെ പേഴ്സണൽ ആണ്. സോ അവിടെ ഏതാ ഉള്ളത്? യെസ്, ഇൻകം ആൻഡ് ഗെയിൻ ഉണ്ട് അല്ലേ. ഇൻകം ആൻഡ് ഗെയിൻ ആണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? നോമിനൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് വിത്ത് നോർമൽ ബാലൻസ് ഈസ് ഷോൺ അറ്റ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ഇവിടെ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസിൽ വരുന്നത് ഏതായിരിക്കും എന്നാണ്? ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. ക്രെഡിറ്റേഴ്സിന് ഏത് ബാലൻസാ? ക്രെഡിറ്റ് ആണ്. അൺഏൺഡ് ഇൻകം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഇൻകം ആണ്. അഡ്വാൻസ് ഇൻകം ട്രീറ്റഡ് ആസ് ലാബിലിറ്റി, റൈറ്റ്? റെന്റൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ആണ്, ക്രെഡിറ്റ് ആണ്. ഇൻകം ആണ്, ക്രെഡിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് അസെറ്റ് ആണ്. ഏത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ്. സോ നമ്മൾ ആൻസർ ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് പ്രൊവൈഡഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അസെറ്റ്. ഈ പറഞ്ഞ അസെറ്റിൽ ഏതിനാണ് ഡിപ്രീസിയേഷൻ ഇല്ലാത്തതെന്നാണ്? ഗുഡ്വില്ലിന്റെ വാല്യൂ ഡിക്ലൈൻ ചെയ്യും അല്ലേ. ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ ടാൻജിബിൾ അസെറ്റിനും ഡിപ്രീസിയേഷൻ ഉണ്ടാവും എക്സെപ്റ്റ് ലാൻഡിന് ഡിപ്രീസിയേഷൻ അല്ല, ലാൻഡ് അപ്രീസിയേഷൻ ആണ് സംഭവിക്കുക അല്ലേ. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഒരു ബേസ് എന്താ? ശരിക്കും അതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. 10 years, 15 years, 30 years എന്നൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ലാൻഡ് അങ്ങനെയാണോ? ലാൻഡ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡിപ്രീസിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ വാല്യൂ എന്താ സംഭവിക്കുക? അപ്രീസിയേഷൻ ആണ്. സോ നോട്ട് ചെയ്ത് വെക്കുക, റൈറ്റ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേറ്റഡ് ആവും, പാറ്റന്റ് എമോർട്ടൈസേഷൻ എന്ന് പറയാം. എന്നാൽ അതിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്? ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓഡ് വൺ. ഇതും ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒറിജിനൽ കോസ്റ്റ്, എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, എസ്റ്റിമേറ്റഡ് സാൽവേജ് വാല്യൂ. ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്, യു വിൽ ഗെറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ, റൈറ്റ്? സോ ആനുവൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷനിലേക്ക് വേണ്ട 3 കാര്യങ്ങളാണ് ഈ കാണുന്നത്, റൈറ്റ്? അപ്പോൾ ആൻസർ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ. അവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വാല്യൂൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ എ റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്താൽ നമ്മൾ പറഞ്ഞു ഇൻകം ആണല്ലേ. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക. സോ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് കൂടും, ഒരു ഡൗട്ടും ഇല്ല. ഡിക്രീസ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്. ഇൻക്രീസ് ഗ്രോസ് പ്രോഫിറ്റ് ഒരിക്കലും ഇല്ല. ഗ്രോസ് പ്രോഫിറ്റിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് വരുന്നില്ല. സോ ഗ്രോസ് പ്രോഫിറ്റിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല. സോ ആൻസർ എന്തായിരിക്കും? ഇൻക്രീസ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? റെലവൻസ് ക്വാളിറ്റേറ്റീവ് ആണ്, ദെൻ കമ്പാരബിലിറ്റി ക്വാളിറ്റേറ്റീവ് ആണ്, മെറ്റീരിയാലിറ്റി ക്വാളിറ്റേറ്റീവ് ആണ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ക്വാളിറ്റേറ്റീവ് ആണ് അല്ലേ, റിലയബിലിറ്റി ക്വാളിറ്റേറ്റീവ് ആണ്. സോ അതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് നോക്ക്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജേർണൽ എൻട്രി ഓൾ അസറ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ലാബിലിറ്റീസ് ആർ ക്രെഡിറ്റഡ്? എല്ലാ അസറ്റ്സും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ ലാബിലിറ്റീസും ക്രെഡിറ്റ് ചെയ്യുന്ന എൻട്രിക്ക് എന്താ പറയാന്ന ചോദ്യം? ഓപ്പണിംഗ് എൻട്രി എന്നാ പറയാം. ഓക്കെ, ഓപ്പണിംഗ് എൻട്രി. നമ്മൾ ലാസ്റ്റ് PYQയിൽ ക്ലോസിംഗ് എൻട്രീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഓപ്പണിംഗ് എൻട്രി എന്താക്കിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടിരിക്കുക. PYQ പാർട്ട് 1 അല്ലെ, PYQ സീരീസിലെ പാർട്ട് 1 നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം, റൈറ്റ്? അപ്പോൾ ഓപ്പണിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ്, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസും ക്യാപിറ്റൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി ആണ് എന്ത്? ഓപ്പണിംഗ് എൻട്രി. അതിന് എൻട്രി ഇത്രയേ ഉള്ളൂ. അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റ് ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്യണം, ടു ലാബിലിറ്റീസ് ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്യണം, ടു ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് എൻട്രി പാസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നോക്ക്, എക്സ്പെൻസസ് പെയ്ഡ് ബട്ട് നോട്ട് അക്രൂഡ്. എടാ, എക്സ്പെൻസ് കൊടുക്കാനുള്ള ടൈം ആയിട്ടില്ല, പക്ഷേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറയാം പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. എന്താ പറയുക? പ്രീപെയ്ഡ്. എക്സ്പെൻസ് കൊടുക്കാനുള്ള ടൈം ആയിട്ടില്ല, ബട്ട് നമ്മൾ എന്ത് ചെയ്ത് അഡ്വാൻസ് ആയി കൊടുത്തതിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ഫോർ ചെക്കിംഗ് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി? ഒരുപാട് ക്വസ്റ്റ്യനിൽ ഇത് കണ്ടിട്ടുണ്ട്. അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? വിത്തൗട്ട് എനി ഡൗട്ട് അത് ട്രയൽ ബാലൻസ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന? അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാത്തത് ഏതാണ്? ബാഡ് ഡെപ്റ്റ് റെക്കോർഡ് ചെയ്യും, എക്സ്പെൻസ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല, കാരണം അത് ക്യാപിറ്റൽ കുറയുന്നതായിട്ടാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യും, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റും റെക്കോർഡ് ചെയ്യും. സോ ആൻസർ ഏതാണ്? ഡ്രോയിങ്സ്. അത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് ഡിഡക്ട് ചെയ്യേണ്ടതായിട്ടാണ്. നെക്സ്റ്റ് നോക്ക്, ദ ലെഡ്ജർ ഫോളോയിങ് കോളം ഓഫ് ജേർണൽ. ജേർണൽ LF എന്ന് പറഞ്ഞ കോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ LFൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതാണ്? ടു റെക്കോർഡ് ദ ഡേറ്റ്. ഒരിക്കലും അല്ല ഡേറ്റ് റെക്കോർഡ് ചെയ്യാനാണോ? അല്ല. റെക്കോർഡ് ദ നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിന്റെ നമ്പർ റെക്കോർഡ് ചെയ്യണോ? അല്ല. റെക്കോർഡ് ദ പേജ് നമ്പർ ടു ദ ലെഡ്ജർ അക്കൗണ്ട്. അല്ലേ, ലെഡ്ജർ അക്കൗണ്ടിന്റെ പേജ് നമ്പർ റെക്കോർഡ് ചെയ്യാനാണ്. സോ അതാണ് അതിൻ്റെ ആൻസർ. LFൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ ഏത് പേജ് നമ്പറിലാണ് ഇത് എൻട്രി ഇട്ടത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് അത് കാണിക്കുന്നതാണ് LF നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് നോക്ക്, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് 20 lakh വാസ് പെയ്ഡ് ടു എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് നമ്മൾ ഹൗസ് റെന്റ് അഡ്വാൻസ് ആണ് കൊടുത്തത്. അഡ്വാൻസ്, ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻസ് നമുക്ക് എക്സ്പെൻസ് ആണോ? അല്ല. സോ അതെന്തല്ല? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, ക്യാപിറ്റൽ അല്ല, ഡെഫേർഡ് അല്ല. അഡ്വാൻസ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് വീടുകൾക്കൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്, അത് റീഫണ്ടബിൾ ആണ്. നമ്മൾ ആ വീട് അവിടുന്ന് റെൻ്റൽ എഗ്രിമെൻറ്റ് മാറ്റി പോകുമ്പോൾ എന്ത് ചെയ്യും? അവർ അഡ്വാൻസ് തിരിച്ചു തരും. സോ അത് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? അസെറ്റ്, കാരണം അത് നമുക്ക് റിക്കവറബിൾ ആണ്, തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതോ ഒരു ഇക്വേഷൻ ശരിയാണ്, അത് അക്കൗണ്ട് ഇക്വേഷൻ ആണ്, റൈറ്റ്? ഏതാണ് ഇതിലെ അക്കൗണ്ട് ഇക്വേഷൻ? ടോട്ടൽ അസെറ്റ് മൈനസ് കറണ്ട് അസെറ്റ് ലാബിലിറ്റി, തെറ്റാണ് അല്ലേ? ദെൻ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ഈസിക്കൽ ടു ഫിക്സ്ഡ് അസെറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ, തെറ്റാണ്. ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ഈസിക്കൽ ടു അസെറ്റ്സ്, ഇതല്ലേ നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ? ദ അസെറ്റ്സ് ഈസിക്കൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അസെറ്റ്സ് ഈസിക്കൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്, അങ്ങനെ തിരിച്ചു കൊടുത്തുന്നുള്ളൂ. ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ഈസിക്കൽ ടു അസെറ്റ്സ് എന്ന്. ടോട്ടൽ അസെറ്റ്സ് മൈനസ് ക്യാപിറ്റൽ കറണ്ട് ലാബിലിറ്റി അല്ല, ടോട്ടൽ ലാബിലിറ്റി ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ദെൻ 28ാമത്തെ നോക്ക്, അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ അഡ്വാൻസസ് ഫ്രം കസ്റ്റമർ. ഒരു കസ്റ്റമറിൻ്റെ നിന്ന് നമുക്ക് അഡ്വാൻസ് ഇൻകം കിട്ടി. ഞാൻ നേരത്തെയും പറഞ്ഞു, അഡ്വാൻസ് ഇൻകം എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്, ഇൻകം അല്ല. ഒരു ഇൻകം ആവണമെങ്കിൽ അവിടെ ഗുഡ്സ് ഡെലിവർ ചെയ്യണം, അവിടെ സെയിൽസ് നടക്കണം അല്ലേ? അപ്പോൾ ഒരു അഡ്വാൻസ് കിട്ടിയത് കൊണ്ട് അത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ട്രീറ്റഡ് ആസ് ലാബിലിറ്റി. സോ ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ആസ് ലാബിലിറ്റി. അതാണ് നമ്മുടെ ആൻസർ. ദെൻ AS10 ഈസ് ആപ്ലിക്കബിൾ ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അസെറ്റ്. ഇതും നമ്മൾ PYQ സീരീസ് പാർട്ട് 1 സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. AS10 എന്തിന് ആപ്ലിക്കബിൾ ആവുക? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ്, PPE എന്നാ പറയാം അല്ലേ? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ് AS10 ആപ്ലിക്കബിൾ ആവുക. ഓക്കെ, ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ഓൺ ദ ക്യാഷ് ബേസിസ്. രണ്ടും ക്യാഷ് ബേസിസ് ആണോ? അല്ല. ഓൺ ദ അക്രൂവൽ ബേസിസ്, രണ്ടും അക്രൂവൽ ബേസിസ് ആണോ? അല്ല. ഓൺ ദ ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ക്യാഷും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്രൂവൽ, അതുമല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്രൂവൽ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ക്യാഷ്, അതാണ് കറക്റ്റ് അല്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്രൂവലും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ക്യാഷ് ബേസിസിലുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സിഡറി ബുക്ക് ഈസ് ബോത്ത് ജേർണൽ ആൻഡ് എ ലെഡ്ജർ. ഏതോ ഒരു സബ്സിഡറി ബുക്കിനെ നമ്മൾ ജേർണലും ലെഡ്ജറും ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേതാണ്?
ക്യാഷ് ബുക്കാണ്. നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ലെഡ്ജർ ഫോർമാറ്റ് ആണ്, ടി ഫോർമാറ്റ് ആണ്, റൈറ്റ്. സോ നമ്മൾ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സെയിം രീതിയിൽ തന്നെ ലെഡ്ജറും ചെയ്യേണ്ടി വരും. സോ ജേണൽ ആണെങ്കിൽ പോലും അതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഫോർമാറ്റ് ലെഡ്ജർ ഫോർമാറ്റ് ആയതുകൊണ്ട് ഇറ്റ് സെർവ്സ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ എന്നാ പറയാം. സോ ആൻസർ ക്യാഷ് ബുക്കാണ്. ദെൻ in the dash method of depreciation, the rate of allocation is constant. Rate എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും, but the amount allocated for every year gradually decreases. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്താണ്, സെയിം ആണെങ്കിലും എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കുറയുന്നുണ്ട്. അത് ഏത് മെത്തേഡിലാണ്, റിട്ടേൺ ഡൗൺ വാല്യൂലാണ് അല്ലേ. റിട്ടേൺ ഡൗൺ വാല്യൂവിൽ എന്തായിരിക്കും, എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എല്ലാ ഇയറിലെ ഡിപ്രീസിയേഷനും സെയിം ആണ്, റൈറ്റ്. കാരണം എന്താ, അത് ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിലാണ് എല്ലാ ഇയറും കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ബുക്ക് വാല്യൂൻ്റെ മുകളിലാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ദെൻ ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള ചോദ്യം വരാറുണ്ട് അല്ലേ. നോക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലേ. ഇത് രണ്ടും കണ്ടുപിടിക്കാനല്ലോ. ഫൈനൽ അക്കൗണ്ട്സ് പറഞ്ഞാൽ ഏതാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. എന്തിനാ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്, ടു അസർട്ടൈൻ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്, റൈറ്റ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 34, ക്വസ്റ്റ്യൻ നമ്പർ 34 ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എ കമ്പനി വിഷസ് ടു ഏൺ എ 20% പ്രോഫിറ്റ് മാർജിൻ ഓൺ സെല്ലിംഗ് പ്രൈസ്. Which of the following is the profit markup on cost which will achieve the required profit margin? എടാ, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20% പ്രോഫിറ്റ് എങ്കിൽ അത് കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ തരാം. നമുക്ക് MCQ അല്ലേ, അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി. കോസ്റ്റ് 50% ആണെങ്കിൽ, എടാ കോസ്റ്റിൻ്റെ മുകളിൽ 50% പ്രോഫിറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് സെല്ലിംഗ് പ്രൈസിലേക്ക് വരുമ്പോൾ 33 1/3% ആവും. ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ 100 റുപ്യൻ്റെ സാധനം 50 രൂപ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ 100 റുപ്പീസിൻ്റെ 50% എത്ര, 50 ആണ്. അപ്പോൾ നമ്മളെ സെല്ലിംഗ് പ്രൈസ് എത്ര, 150. അപ്പോൾ 150 സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് എത്ര, 1/3, 50 അല്ല പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് എത്ര എന്ന് ചോദിച്ചാൽ 50/150 എന്നാ ചെയ്യാം. എന്ന് പറഞ്ഞാൽ കോസ്റ്റിൽ നിന്നും സെല്ലിംഗ് പ്രൈസിലേക്ക് പോകുമ്പോൾ റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 50/150 ഈസിക്കൽ ടു 1/3. 1/3 നമ്മൾ എന്ത് പറയാം, 33 1/3 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് 1/2 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 50% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രോഫിറ്റ് എത്ര ആയിരിക്കും, 1/3 ആയിരിക്കും. 1/3. ഇനി കോസ്റ്റ് 1/3 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ 33.33% ആണ് ആഡ് ചെയ്തതെങ്കിൽ അത് സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര ആയിരിക്കും, 1/4 എന്ന് പറഞ്ഞാൽ 20% ആയിരിക്കും. അതെങ്ങനെ, 33 1/3 ഡിവൈഡഡ് ബൈ 133 1/3 ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 20% കിട്ടും, റൈറ്റ്. ഇനി നമ്മൾ കോസ്റ്റിൻ്റെ 1/4 ആണ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 25% ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര ആയിരിക്കും, 1/5 ആയിരിക്കും. 1/5 1/5 എത്ര വരുന്നത്, ഇവിടെ അത് 25% ആണ്. 1/5 ആണ് എത്ര പെർസെൻറ്റേജ്, 20%, റൈറ്റ്. ഇനി കോസ്റ്റിൻ്റെ 1/5 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, 1/6 എന്ന് പറഞ്ഞാൽ 16.67. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അവിടെ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഏത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 20% ആണെങ്കിൽ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. കോസ്റ്റ് 50% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും, 33 1/3. അത് എങ്ങനെ ചെയ്തതെന്ന് അറിയോ, കോസ്റ്റ് 50 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ വരാം, 100 + 50 150 അല്ലേ. സോ 50/150 അങ്ങനെയാണ് ഈ ഒരു പെർസെൻറ്റേജ് ആയത്. ഇനി കോസ്റ്റ് 33 1/3 ആണെങ്കിലോ 33 ഡിവൈഡഡ് ബൈ 133 1/3 ആണ് എടുക്കുക. 25% ആണ് 25/125 ആണ്. 20% ആണ് 20/120 ആണ് ചെയ്യുക. സോ ഈ രീതിയിലാണ് വരിക. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ചോദിച്ചത്. ഇവിടെ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണെങ്കിൽ കോസ്റ്റിൻ്റെ എത്ര ആയിരിക്കും എന്ന ചോദ്യം. ആൻസർ എത്രയാണ്, 25%. ഇങ്ങോട്ടാണ് വന്നത് അല്ലേ. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റിൻ്റെ എത്രയായിരിക്കും പ്രോഫിറ്റ് എന്ന ചോദ്യം, 25% ആണ്. കുറയുക ചെയ്ത എന്ന് പറഞ്ഞാൽ ഇത് 1/5 ഉള്ളത് എന്താ, 1/4 ആവും. അപ്പോൾ റേറ്റ് കൂടും, 25% എന്നാവും. ഓക്കെ, ആ രീതിയിൽ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് 100 പ്ലസ് റേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാണണ്ടെങ്കിൽ റേറ്റ് ഡിവൈഡഡ് ബൈ
100 മൈനസ് റേറ്റ് ചെയ്യാം. ഓക്കെ, സോ റേറ്റ് എത്രയാണ് 20% ഡിവൈഡഡ് ബൈ 100 മൈനസ് റേറ്റ് എത്ര 80 ഇൻറ്റു 100 ചെയ്താൽ യു വിൽ ഗെറ്റ് 25%. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസിന് കോസ്റ്റിലേക്ക് വരുമ്പോൾ റേറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് റേറ്റ് ചെയ്യാം. അതാണ് പഠിച്ചു വെക്കേണ്ടത്. സെല്ലിംഗ് പ്രൈസിന് കോസ്റ്റിലേക്ക് വരുമ്പോൾ റേറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് റേറ്റ് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പെർസെൻറ്റേജ് കിട്ടും. ഇനി കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസിലേക്ക് ആക്കണമെങ്കിൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ പെർസെൻറ്റേജിലേക്കും വരും. അല്ലെങ്കിൽ ഇത് പഠിച്ചു വെച്ചാലും മതി. ഓക്കെ അല്ലേ? കാരണം നമുക്ക് MCQ ആണ്, ഡയറക്റ്റ് ആൻസർ മതി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ്. ഇത് നമ്മൾ PYQ സീരീസിലെ പാർട്ട് 1ലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഫൈനാൻഷ്യൽ റിസൾട്ട് ഓഫ് ദ കൺസേൺ ഫോർ എ പീരീഡ് ആണ് അല്ലേ. നെക്സ്റ്റ് നോക്ക്, ദ ടോട്ടൽ സെയിൽസ് ആർ 2,50,000 ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ആർ 25% ഓഫ് ക്യാറ്റ് സെയിൽസ്. ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ആർ. എടാ, ക്യാറ്റ് സെയിൽസ് എത്രയാണെന്നോ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്നോ അറിയില്ല നമുക്ക്. പക്ഷെ അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് ക്യാറ്റ് സെയിൽസിൻ്റെ 25% ആണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് കൂട്ടാം. എടാ, 25% ഓഫ് ക്യാറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് 1 ആണെങ്കിൽ ക്യാറ്റ് സെയിൽസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. 1:4 ആണ് എന്ന് പറഞ്ഞാൽ 25% എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ. അപ്പോൾ ക്യാറ്റ് സെയിൽസിൻ്റെ 1/4 ആണ് ആര്? ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ 5 ആയിട്ട് എടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 2,50,000 ആണ് ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് എത്രയാണ്? 2,50,000. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് 1ഉം ക്യാറ്റ് സെയിൽസ് 4ഉം. അതെങ്ങനെ മനസ്സിലായി? ക്യാറ്റ് സെയിൽസിൻ്റെ 25% ആണ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് 1 ആണെങ്കിൽ ക്യാറ്റ് സെയിൽസ് 4 ആയിരിക്കും. അപ്പോൾ 1/4 കറക്റ്റാണ് വരുന്നത്, റൈറ്റ്? ഇനി ടോട്ടൽ സെയിൽസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ക്രെഡിറ്റ് പ്ലസ് ക്യാറ്റ് സെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോട്ടൽ സെയിൽസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് എത്രയായിരിക്കും? 1/5. 50,000 ഇത് കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ തന്നുള്ളൊരു റേഷ്യോ വെച്ചിട്ട് അല്ലേ. എടാ, ക്രെഡിറ്റ് സെയിൽസ് ആർ 25% ഓഫ് ക്യാറ്റ് സെയിൽസ്. ക്യാറ്റ് സെയിൽസ് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ 25% ആണ് എന്ന് പറഞ്ഞാൽ 1/4 എന്നല്ല അർത്ഥം. അപ്പോൾ 4/1 ക്യാറ്റ് സെയിൽസിൻ്റെ 4/1. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് 1ഉം ക്യാറ്റ് സെയിൽസ് എത്രയാണ്? 4ഉമാണെന്നാണ് അതിൻ്റെ അർത്ഥം, റൈറ്റ്? അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര? 5 ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ക്യാറ്റ് സെയിൽസിനെ 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇഫ് ക്യാറ്റ് സെയിൽസ് ഈസ് 100%, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് എത്രയായിരിക്കും? അതിൻ്റെ 25% അല്ലേ. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര വരുന്നത്? ടോട്ടൽ സെയിൽസ് 125%. ഇങ്ങനെ വന്നൂടെ? എടാ, ക്യാറ്റ് സെയിൽസ് 100% ആണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എത്രയായിരിക്കും? ആ 100ൻ്റെ 25%. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര? 125%. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് എത്രയായിരിക്കും? 2,50,000ൻ്റെ 25/125. Still you will get 50,000. അപ്പോൾ സെയിം എന്നാണ് കിട്ടുന്നത്. എടാ, ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു നോക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് നോക്കുക? ക്യാറ്റ് സെയിൽസ് 2 lakh ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ 25% എത്ര? 50,000. അപ്പോൾ 2,50,000 കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കാരണം ഇത് MCQ ആണ്. നമുക്ക് ഫൈനൽ ആൻസർ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലേ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യാത്ത ഏതാണെന്നാണ്? ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്, റൈറ്റ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്. ഇത് 3ഉമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. ഓക്കെ, ദെൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് എ റിയൽ അക്കൗണ്ട്. കാരണം ഇത് പെട്ടെന്ന് പറയാൻ കാരണം ഞാൻ ക്യാഷ് ബുക്ക് അവിടെ റിയൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്താണ്? ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, സോ റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്. ഇത് കുറച്ചും കൂടി കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. The books of Mughal Sports Club show the following details. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് തന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് തന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഇയർ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ 15,000 ആണ്. ഈ വർഷം റിസീവ് ചെയ്തത് 1,18,000 ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 8,000. അഡ്വാൻസ് ആയിട്ട് 8,000 കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഫർമേഷൻ എന്തൊക്കെ പറയുന്നുണ്ട്? There are 1,200 members, each paying an annual subscription of 100. The amount to be credited to income and expenditure account. എടാ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താ റെക്കോർഡ് ചെയ്യാം? സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ. ആ ഇയറിലെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ആണ്. ആ ഇയറിൽ മാത്രം. ലാസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് അതിൽ ഉണ്ടാവാൻ പാടില്ല, നെക്സ്റ്റ് ഇയറിൽ കിട്ടിയ അഡ്വാൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഏത് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ. അത് വളരെ സിമ്പിൾ അല്ലേ? എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? 1,200 മെമ്പേഴ്സ്.
ഓരോ മെമ്പേഴ്സ് എത്ര പേ ചെയ്യേണ്ടത്? 100 rupees ഈച്ച്. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തത്? 1,20,000. അതല്ലേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താ എടുക്കുക? ആ ഇയറിലെ ടോട്ടൽ ഇൻകം ആണ്, റൈറ്റ്? അപ്പോൾ 1,200 മെമ്പേഴ്സ് 100 വെച്ച് പേ ചെയ്യുമ്പോൾ ആ ഇയറിലെ ടോട്ടൽ ഇൻകം എത്ര? 1,20,000. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റം ഡസ് നോട്ട് മാച്ച് ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടുമായിട്ട് മാച്ച് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കുന്നത്. ഇറ്റ്സ് എ സമ്മറൈസ്ഡ് ക്യാഷ് ബുക്ക്. അത് ശരിയാണ്. ഇറ്റ് റെക്കോർഡ്സ് റവന്യൂ ട്രാൻസാക്ഷൻസ് ഉള്ളി. അതല്ല. കാരണം എന്താണ്? റവന്യൂ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് സെർവ്സ് പർപ്പസ് ഓഫ് റിയൽ അക്കൗണ്ട്. കറക്റ്റ് ആണ്. ക്യാഷ് ബുക്ക് റിയൽ അക്കൗണ്ട് ആണ്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ഇറ്റ് ഓൺ ക്യാഷ് ബേസിസ്. അതും കറക്റ്റ് ആണ്. ക്യാഷ് ബേസിസിലാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, കണ്ടിൻജന്റ് ലാബിലിറ്റി വുഡ് അപ്പിയർ ഓൺ ദ liability side in balance sheet, on the asset side as a note with the balance sheet, none of the above. എടാ കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഫ്യൂച്ചറിൽ ലാബിലിറ്റി ആവാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് ലാബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് റെക്കോർഡ് ചെയ്യാം? ആസ് എ നോട്ട് വിത്ത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നോട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഫുട് നോട്ടിൽ അവിടെ എന്ത് കൊടുക്കാം? കണ്ടിൻജന്റ് ലാബിലിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് നോക്ക്, പ്രൊപ്രൈറ്ററി റേഷ്യോ. നമ്മൾ റേഷ്യോയിലൊക്കെ എത്തിയേ. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ്. പ്രൊപ്രൈറ്ററി റേഷ്യോ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും. എന്താ ഇക്വേഷൻ? ഓണേഴ്സ് ഫണ്ട് അല്ലേ? അതിനാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടാൻജിബിൾ അസറ്റ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓണേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടാൻജിബിൾ അസറ്റ്, റൈറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഏതാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലാത്തതെന്ന്? കൺസിസ്റ്റൻസി ആണ്. ഒരു ഇയറിൽ അക്കൗണ്ടിങ് പോളിസി എല്ലാ ഇയറിലും കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതാണ്. കൺസർവേറ്റിസം, പ്രൂഡൻസ് പറയും. ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ലോസ്, റൈറ്റ്? മണി മെഷർമെന്റ്, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ചെയ്യുക. സോ ഇതെല്ലാം എന്താണ്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. സോ ആൻസർ എന്താണ്? നൺ ഓഫ് ദി എബവ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ഇഫ് ടോട്ടൽ അസറ്റ് ഓഫ് എ ഫേം ഈസ് 8,20,000, ഫിക്സ്ഡ് അസറ്റ്സ് ആർ 5,90,400, വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് കറണ്ട് അസറ്റ് ഓൺ ടോട്ടൽ അസറ്റ്? അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ അസറ്റ് എത്ര വരുന്നത്? 8,20,000 മൈനസ് 5,90,400. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അസറ്റ് എത്ര കിട്ടും? 2,29,600. അത് ടോട്ടൽ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ 8,20,000 ഇൻറ്റു 100 എത്ര കിട്ടുന്നത്? 8,20,000, 28%. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ സ്പീഡ് പോകുന്ന സിമ്പിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി അവിടെ പോസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി അത് റിവൈസ് ചെയ്യണേ. നെക്സ്റ്റ് നോക്ക്, ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ഓൾ ഡിപ്രീസിയബിൾ അസറ്റ്, ഓൾ കറണ്ട് അസറ്റ്, നോൺ ടാൻജിബിൾ അസറ്റ്, ഓൾ ടൈപ്പ് ഓഫ് അസറ്റ്. ഏതിലാണ് ഡിപ്രീസിയേഷൻ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഡിപ്രീസിയബിൾ ഫിക്സ്ഡ് അസറ്റിനല്ലേ? കറണ്ട് അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ? ഇല്ല. സോ അവിടെ തന്നെ അത് എന്തായി? ഓൾ ടൈപ്പ് ഓഫ് അസറ്റ്സിന് ഇല്ല, കാരണം കറണ്ട് അസറ്റിന് ഇല്ലല്ലോ. സോ ആൻസർ എന്താണെന്ന് മനസ്സിലായി? ഡിപ്രീസിയബിൾ ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിപ്പയർഡ് ടു. എന്തിനാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഒന്ന് പറയുന്നത് ടു അസർടെയിൻ ദ ഐറ്റം വൈസ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എ ഗിവൺ പീരീഡ്. അത് ശരിയാണ്. ഐറ്റം വൈസ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, റിഡംഷൻ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് പെയ്ഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് അവിടെ ഐറ്റം വൈസ് കാണിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോക്കസ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ, റൈറ്റ്? ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താ ഫോക്കസ് ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ ഐഡന്റിഫൈ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫൈ റീസൺസ് ബിഹൈൻഡ്, അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യാനുള്ള റീസൺസും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം കറക്റ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഐറ്റം വൈസ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും, ഇൻഫ്ലോസ് ഉണ്ടാവും, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിന് റീസൺസ് ഉണ്ടാവും. കാരണം നമ്മൾ സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അതിൽ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് എത്ര ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, സെയിം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ട് തന്നിട്ടുണ്ട് 3 lakh, ടോട്ടൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് 2,50,000 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 lakhന്റെ ഇൻഫ്ലോ വന്നിട്ടുണ്ട്. 3 ലക്ഷം ഫണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ 2.5 ലക്ഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാലൻസ് എത്ര ഉണ്ട്? 50,000 ഉണ്ട്. അത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റലാണ്. എടാ 3 ലക്ഷം ഫണ്ട് വന്നു, 2.5 ലക്ഷം യൂസ് ചെയ്തു, ഇനി 50,000 ഫണ്ട് ഇല്ലേ? അത് എവിടെ ഉണ്ടാവും? വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ബൈ 50,000. വർക്കിംഗ് ക്യാപിറ്റൽ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്.
ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിഗാർഡഡ് ആസ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതാണ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി എന്നാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കുക. ഇപ്പോൾ ക്യാഷ് ഫ്ലോയിലേക്ക് വന്നു. നമ്മൾ ക്യാഷ് ഫ്ലോ 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, റൈറ്റ്. ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ എന്താ വരിക? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺ, അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. അതിൻ്റെ ഇൻഫ്ലോസ്, ഔട്ട്ഫ്ലോസ്. അതിൽ ഒരു കാര്യം കൂട്ടി പഠിക്കുക, ഇൻട്രസ്റ്റ്, അതുപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ്, അല്ലെ. ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും പേ ചെയ്തത് ഫൈനാൻസിങ് ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഏതാ? ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് ഫൈനാൻസിങ്ങും ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഏതാണ്? ഇൻവെസ്റ്റിംഗും ആണ്. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് പെയ്ഡ് അത് ഫൈനാൻസിംഗ് ആണ്. ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസസ് ഫൈനാൻസിംഗ് ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസസ് ഫൈനാൻസിംഗ് ആണ്. ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഫൈനാൻസിംഗ് ആക്ടിവിറ്റിയിൽ എന്താ ഉണ്ടാവുക? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺ, അതിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ്. ദെൻ ഡിഗ്രീസ് ഇൻ കറണ്ട് അസറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാന്ന ചോദ്യം. സോഴ്സ് ഓഫ് ഫണ്ട് ആണോ, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണോ? ആസ് പെർ ദ സിറ്റുവേഷൻ ഏത് സോഴ്സ് ഓഫ് ഫണ്ട് ഓർ അപ്ലിക്കേഷൻ, രണ്ടും ആവാം എന്നാ പറയുന്നത്. നെയ്തർ സോഴ്സ് നോർ അപ്ലിക്കേഷൻ, സോഴ്സും അല്ല അപ്ലിക്കേഷനും അല്ല. ഇവിടെ ഡിഗ്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ കുറയുക, ബിൽസ് റിസീവബിൾ കുറയുക, സ്റ്റോക്ക് കുറയുക. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടെയല്ല ചെയ്യുന്നത്, റൈറ്റ്. സോ നമ്മളത് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക? സോഴ്സസ് ഓഫ് ഫണ്ടിലാണ് അത് കൺസിഡർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ റെക്കോർഡ് ചെയ്യുക? സോഴ്സസ് ഓഫ് ഫണ്ട്. ഡൗട്ടില്ല, കറണ്ട് അസറ്റ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും ഡിഗ്രീസ് ആവുന്നുണ്ട്, ശരിയല്ലേ? കറണ്ട് അസറ്റ് ഡിഗ്രീസ് ആകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഗ്രീസ് ആവുന്നുണ്ട്. അത് എവിടെ റെക്കോർഡ് ചെയ്യുക? ഡിഗ്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എവിടെ റെക്കോർഡ് ചെയ്യുക? സോഴ്സസ് ഓഫ് ഫണ്ടിലാണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഫ്ലോയിൽ എവിടെ റെക്കോർഡ് ചെയ്യുക? ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് ഓഫ് ഫണ്ടിലാണ്, റൈറ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. വർക്കിംഗ് ക്യാപിറ്റൽ ഡിഗ്രീസ് ആവുമ്പോൾ ഇവിടെ കറണ്ട് അസറ്റിന്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താവും? ഡിഗ്രീസ് ആവും. അപ്പോൾ ഡിഗ്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് സംഭവിച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താവും? ഡിഗ്രീസ് ആവും. വർക്കിംഗ് ക്യാപിറ്റൽ ഡിഗ്രീസ് ആകുമ്പോൾ അത് അവിടെ നമ്മൾ കാണിക്കുക സോഴ്സസ് ഓഫ് ഫണ്ടിലാണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ കാണിക്കുക ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെയും ഡിഫറൻസ് നമ്മൾ ഇവിടെ ഇമ്പാക്ട് കാണിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. സോഴ്സ് 3 lakh, ആപ്ലിക്കേഷൻ 2,50,000. അപ്പോൾ നമ്മൾ എന്താ പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ 50 ഇൻക്രീസ് ആവും. അപ്പോൾ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലാണ് കാണിക്കുക. അപ്പോൾ ഡിഗ്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എവിടെ ഉണ്ടാവുക? സോഴ്സ് ഓഫ് ഫണ്ട്. നോട്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഇതും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ്. ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനാണ് പറയുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? കൺസിഡർ ചെയ്യാൻ പാടില്ല. സോ 13,65,000 ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. എടാ, ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 13,65,000 1,75,000 ചെയ്യുമ്പോൾ 15,40,000 ആണ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമല്ല. സോ ആൻസർ 15,05,000 ആണ്. ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്തത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ് തന്നിട്ട്, ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ്. സോ അത് എന്ത് ചെയ്യണം? തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് ആയിട്ടാണ്. സോ ആഡ് ബാക്ക് ചെയ്യണം. ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടില്ല. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമല്ല? ഓപ്പറേറ്റിങ്ങിനല്ല. സോ അത് മൈനസ് ചെയ്യണം. യു വിൽ ഗെറ്റ് 15,05,000. നെക്സ്റ്റ് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏതാ വരാം? ഫിക്സ്ഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. ഓക്കെ, അവിടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏതാ വരാം? ഫിക്സ്ഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റും ആണ്, അല്ലേ. നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഔട്ട്സൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം. ഔട്ട്സൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. അത് എന്തും ആവാം. ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഷെയർ വാങ്ങാം, ഡിബഞ്ചർ വാങ്ങാം, റൈറ്റ്. അതെല്ലാം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ റിലയൻസിൻ്റെ ഷെയർ വാങ്ങുന്നു, അല്ലെങ്കിൽ ടാറ്റൻ്റെ ഷെയർ വാങ്ങുന്നു, റൈറ്റ്. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ പുറത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്, റൈറ്റ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഇത് രണ്ടുമാണ് വരാം. അപ്പോൾ സെയിൽ ഓഫ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. പർച്ചേസ് എ ന്യൂ പ്ലാൻ ഇൻവെസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് ഫൈനാൻസിങ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലേ. ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഫുള്ള് നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ് വരാമെന്നുള്ളത്. സെയിം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലും എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ. ഫിക്സ്ഡ് അസറ്റും ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസും ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡും. ഓക്കെ അല്ലേ. ഫൈനാൻസിംഗിലോ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺസുമായി ബന്ധപ്പെട്ട ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസും ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡും. ബാക്കി എല്ലാ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസും ഓപ്പറേറ്റിംഗിന്റെ പാർട്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി. ഇൻകം ടാക്സ് പെയ്ഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഓപ്പറേറ്റിംഗിന്റെ പാർട്ടായിരിക്കും, അല്ലേ. ഇനി ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ ഇൻകം ടാക്സ് ആണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും.
അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റ് വിറ്റിട്ട് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എമൗണ്ട് ആണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആണ്. അല്ലാണ്ട് നോർമൽ ഇൻകം ടാക്സ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യുക ഓപ്പറേറ്റിംഗിലാണ്. ദെൻ റേഷ്യോസ് ചാപ്റ്ററിലേക്ക് വന്നാൽ ആൻ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഇസ് 2:1. നമ്മൾ പഠിച്ചതാണ്. ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ എത്രയാണ്? 2:1 ആണ്. Then which of the following ratio is calculated by using formula dividend per equity share by earnings per share? ഏതാണത്? ഏതിൻ്റെ വരാ? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ ആണ് എത്ര ഡിവിഡൻഡ് കൊടുത്തു അല്ലേ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയറിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തത്. ഡിവിഡൻഡ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ. ഇതിനെ നമ്മൾ പറയാം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്ക്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാണാനാണ്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രൈസ് ഏർണിംഗ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. പ്രൈസ് ഏർണിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. എത്ര ഇവിടെ മാർക്കറ്റ് പ്രൈസ്? മാർക്കറ്റ് പ്രൈസ് 50. 10 റുപ്പീസാണ് ഷെയറിൻ്റെ വാല്യൂ എങ്കിലും മാർക്കറ്റ് പ്രൈസ് എത്ര? 50. ഏർണിങ്സ് പെർ ഷെയർ എത്ര? 5. അപ്പോൾ ആൻസർ എത്രയാണ്? 10 ആണ് ഏർണിങ്സ് പെർ ഷെയർ ആയിട്ട്, അല്ല സോറി, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഇഫ് കറണ്ട് റേഷ്യോ ഈസ് 2.5:1, ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് 3,60,000, ദെൻ കറണ്ട് അസറ്റ് വിൽ ബി. നമ്മുടെ ചോദ്യം എന്താ? കറണ്ട് അസറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ അറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താ? CA മൈനസ് CL, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ കാണാം? നമ്മളത് പഠിച്ചതാണ്. PYQ സീരീസിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇവിടെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് നമുക്കറിയാം? ഇല്ല, പക്ഷെ അതിൻ്റെ റേഷ്യോസ് നമുക്കറിയാം. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2.5x ആണ്. കറണ്ട് ലയബിലിറ്റി ഈസ് ഓൾവേസ് 1x. അപ്പോൾ 2.5:1 എന്ന് പറഞ്ഞാൽ എന്താ? 2.5 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിനെയാണ്. നമ്മൾ ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 2.5. അതിനാണ് നമ്മൾ ഇവിടെ എക്സ് ഇട്ടത് അല്ലേ. 1 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. ഡിനോമിനേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത് ആ 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ കറണ്ട് റേഷ്യോൻ്റെ ആൻസറായി കിട്ടുന്നത് കറണ്ട് അസറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 1 എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയായിരിക്കും? കറണ്ട് ലയബിലിറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക, റൈറ്റ്. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ എത്ര? 2.5:1. നമ്മൾ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സിൽ കറണ്ട് റേഷ്യോ തന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ടും തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് റേഷ്യോൻ്റെ ആൻസർ കറണ്ട് അസറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 1 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കറണ്ട് ലയബിലിറ്റിനെയാണ്, റൈറ്റ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അവിടെ എക്സ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 3,60,000 ഈസ് ഈക്വൽ ടു 1.5x. ഇവിടെ എക്സ് അവിടെ കീപ്പ് ചെയ്യുക. 1.5 ഇങ്ങോട്ട് വന്നാൽ എക്സ് ഈസ് ഈക്വൽ ടു 2,40,000. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1x എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി അല്ലേ. സോ കറണ്ട് ലയബിലിറ്റി ആണ് എത്ര? 2,40,000. അപ്പോൾ കറണ്ട് അസറ്റ് എത്ര ആയിരിക്കും? 2.5x ആണ്. 2.5 ഇൻറ്റു 2,40,000. 2.5 ഇൻറ്റു 2,40,000 എത്ര വരുന്നത്? 2.5 ഇൻറ്റു 2,40,000 6 lakh അല്ലേ. 6 lakh ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 6 lakh. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്. 6 lakh മൈനസ് 2,40,000 ആണ് 3,60,000. ശരിയല്ലേ? അപ്പോൾ എങ്ങനെ അത് ചെയ്തതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് റേഷ്യോൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2.5 റെപ്രസെൻറ്റ് ചെയ്യുക കറണ്ട് അസറ്റിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുക കറണ്ട് ലയബിലിറ്റിയും ആണെന്ന് മനസ്സിലാക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താ? CA മൈനസ് CL എന്ന് പറഞ്ഞാൽ 2.5x മൈനസ് 1x. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ 1.5x 3,60,000 എന്ന് കിട്ടും. എക്സ് 2,50,000. എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കറണ്ട് ലയബിലിറ്റിനാണ്. 2.5x ആണ് കറണ്ട് അസറ്റ്. അതാണ് ആൻസർ ആയിട്ട് വരാം. സോ 2 രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ കറണ്ട് അസറ്റ് വിൽ ബി എന്ന് ചോദിക്കാം, ദെൻ കറണ്ട് ലയബിലിറ്റീസ് വിൽ ബി എന്ന് ചോദിക്കാം. കറണ്ട് ലയബിലിറ്റിയും കാണാൻ വരാറുണ്ട്. ഓക്കെ, ദെൻ ലോങ് ടേം സോൾവൻസി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. അവിടെ ലോങ് ടേം സോൾവൻസി കറണ്ട് റേഷ്യോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അല്ല, കറണ്ട് റേഷ്യോ ലിക്വിഡിറ്റി ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണോ? അല്ല, അത് പ്രോഫിറ്റബിലിറ്റി ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി ആണോ? യെസ്. നെറ്റ് പ്രോഫിറ്റും പ്രോഫിറ്റബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് റേഷ്യോ ലിക്വിഡിറ്റി ആണ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ പ്രോഫിറ്റബിലിറ്റി ആണ്, ഡെപ്റ്റ് ഇക്വിറ്റി സോൾവൻസി ആണ്, നെറ്റ് പ്രോഫിറ്റും പ്രോഫിറ്റബിലിറ്റി ആണ്. സോ ആൻസർ ഡെപ്റ്റ് ഇക്വിറ്റി ആണ്. നെക്സ്റ്റ് നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്വിക്ക് അസറ്റ്. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വിക്ക് അസറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് 2 കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണം അല്ലേ. കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ സ്റ്റോക്കും പ്രീപെയ്ഡും കറണ്ട് അസറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ക്വിക്ക് അസറ്റ് എന്ന് പറയാം. ഇതും PYQ സീരീസ് പാർട്ട് 1 സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കറണ്ട് അസറ്റ് എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിച്ചു. അവിടെ സ്റ്റോക്കും പ്രീപെയ്ഡും ഉണ്ടായിരുന്നു. ആൻസർ ബോത്ത് A and B ആയിരുന്നു. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? പ്രീപെയ്ഡ് മാത്രമേ ഉള്ളൂ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്വിക്ക് അസറ്റ്. 2 കാര്യങ്ങളാണ് ക്വിക്ക് അസറ്റിൻ്റെ പാർട്ട് അല്ലാത്തത്. ഏതൊക്കെ? സ്റ്റോക്കും പ്രീപെയ്ഡും. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് ആണ് ആൻസർ.
ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഈ തന്നതിൽ ഏതാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് ചോദിക്കുന്നത്? പ്രൈസ് ഏർണിംഗ് റേഷ്യോ പ്രോഫിറ്റബിലിറ്റി ആണ്, ഡിവിഡൻഡ് yield പ്രോഫിറ്റബിലിറ്റി ആണ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് പ്രോഫിറ്റബിലിറ്റി ആണ്. ഇതെല്ലാം പ്രോഫിറ്റബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സോ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്, റൈറ്റ്? നെക്സ്റ്റ് നോക്ക്, ഇഫ് ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. ഇറ്റ് റെപ്രസെൻറ്റ്, ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടിയാൽ നമുക്കറിയാം ലോസ് ആണ്, ഇവിടെ നമ്മൾ അതിനെ ഡെഫിസിറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഡെഫിസിറ്റ് എന്നാണ് പറയാം. ഇതാണ് ലാസ്റ്റ് ഡിസംബർ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ. കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ജൂൺ 2025 കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഈസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജൂൺ 2025 കമ്പാരിറ്റീവ്ലി ഈസിയാണ്. എന്നാൽ ഈ അറ്റംപ്റ്റ് ഡിസംബർ 2024 കുറച്ചും കൂടി ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിൽ ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം.